കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട നളനും ദമയന്തിയും 3 ദിവസം സാധാരണക്കാരായി താമസിച്ചു. നിഷാദരാജ്യത്തെ പുതിയ രാജാവായ പുഷ്കരന്റെ കോപം ഭയന്ന് ഒരു പൗരനും അവരെ കാണാൻ വന്നില്ല. അങ്ങനെ നാടുകടത്തപ്പെട്ട് ക്ഷീണിതരായ രാജാവും രാജ്ഞിയും ഭക്ഷണം തേടി കാട്ടിലേക്ക് യാത്ര തിരിച്ചു. നളനും ദമയന്തിയും കാട്ടിൽ അലഞ്ഞു നടക്കുമ്പോൾ സ്വർണ്ണച്ചിറകുകളുള്ള ചില പക്ഷികൾ സമീപത്തുള്ള പുല്ലിലിരിക്കുന്നത് നളൻ കണ്ടു. എളുപ്പത്തിൽ പിടിക്കാൻ വേണ്ടി നളൻ തന്റെ വസ്ത്രം അവയുടെ മേലെറിഞ്ഞു. എന്നാൽ പക്ഷികൾ വസ്ത്രമെടുത്ത് പറന്നുപോയി. അപമാനിതനായി നിൽക്കുന്ന നളന് ധരിക്കുവാന് ദമയന്തി തന്റെ വസ്ത്രത്തിന്റെ പകുതി കീറിയെടുത്തു നൽകി. ഏറെ ദൂരം പിന്നിട്ടപ്പോൾ മുന്നിൽ 4 വഴികൾ കണ്ടു. നളൻ പറഞ്ഞു, ഈ പാത ഉജ്ജയിനിലേക്ക് നയിക്കുന്നു, ഈ പാത വിദർഭയിലേക്ക് പോകുന്നു, ഈ വഴി അയോധ്യയിലേക്ക് നയിക്കുന്നു, ഈ പാത നമ്മെ ദേക്കയിലേക്ക് കൊണ്ടുപോകുന്നു. നളൻ ദമയന്തിയോട് വിദർഭയിലേക്ക് അവളുടെ പിതാവിന്റെ അടുത്തേക്ക് പോയി കുട്ടികളെ പരിപാലിക്കാൻ ആവശ്യപ്പെട്ടു. സുഖത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും നളന്റെ അരികിലുണ്ടാകണമെന്ന് ദമയന്തി ആഗ്രഹിച്ചു. അതിനാൽ തന്നെ അനുഗമിക്കാൻ അനുവദിക്കണമെന്ന് നളനോട് അവൻ അപേക്ഷിച്ചു. അവർ ഒരു കാട്ടിൽ നിന്ന് മറ്റൊരു കാട്ടിലേക്ക് അലഞ്ഞു. ഒരു രാത്രിയിൽ നളൻ ദമയന്തിയെ ഗാഢനിദ്രയിൽ കണ്ടു. അവൻ ചിന്തിച്ചു, ദമയന്തിയെ ഒറ്റയ്ക്ക് വിട്ടാൽ അവൾ വിദർഭയിലുള്ള അവളുടെ പിതാവിന്റെ അടുത്തേക്ക് മടങ്ങിയേക്കാം. കുട്ടികൾക്ക് അമ്മയുടെ സ്നേഹം ആവശ്യമാണ്. തന്റെ വിധിയുടെ ദൗർഭാഗ്യം ദമയന്തിക്ക് കിട്ടാതിരിക്കാൻ നളൻ അവളെ തനിച്ചാക്കി അവിടെ നിന്നും പോയി.